ക്രൂസിൽ അങ്ങനെ തേരാപ്പാര നടക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നമ്മുടെ കണ്ണിൽപ്പെട്ടത്. കാർണിവൽ പാരഡൈസ് എന്നുള്ള ക്രൂസിലാണ്. അപ്പോഴും നമ്മുടെ ബിനോയ് ബിനോയ് കണ്ടിട്ട് നമ്മുടെ നാട്ടുകാരുടെ സ്റ്റൈൽ ഇല്ലേ, ലുക്കില്ലേ അപ്പോൾ കണ്ടിട്ട് നമ്മുടെ മലയാളി ലുക്കാണ്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പൊറോട്ട, ബീഫ് ഫ്രൈ ആൻഡ് മാങ്ങ ചമ്മന്തി ഒക്കെ കിട്ടുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ചമ്മന്തിയൊക്കെ കിട്ടുമായിരിക്കും. ആദ്യമായി മലയാളികളെ ചേട്ടാ എല്ലാ പ്രതീക്ഷയും താങ്കളിൽ അർപ്പിക്കുന്നു. ബിനോയ് ഞങ്ങൾക്ക് നല്ല ഇന്ത്യൻ ഫുഡ് തരുന്ന പ്രതീക്ഷയാണ് നമുക്ക്. പൊറോട്ടയും ബീഫ്. അയ്യോ നിഷ രണ്ട് വാക്ക് ബിനോയെ കുറിച്ച്. ബിനോയ് മലയാളിയാണെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ, പേര് കാരണം. ബിനോയ് ഞങ്ങൾക്ക് പൊറോട്ടയും ബീഫും പഴംപൊരിയും പക്കവടയും ചായയും പരിപ്പുവടയും മെതുവട, ഞങ്ങളുടെ നാട്ടിൽ വെറും വട, ഉഴുന്നുവട, അതൊക്കെ ഉണ്ടാക്കി തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എൻ്റെ റൂം നമ്പർ പറഞ്ഞിട്ട് വരാം ഗൈസ്. പുള്ളീനൊന്ന് കാണാൻ പറ്റുമെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ഇവർ നൈസായിട്ടൊന്ന് ഒഴിവാക്കി. ഇപ്പം മൂവ് ചെയ്ത് തുടങ്ങി. പക്ഷെ ഞങ്ങള് ഗെറ്റ് റെഡി ആയിട്ട് വരാൻ ലേറ്റ് ആയി, അതുകൊണ്ട് മൂവ് ചെയ്ത് തുടങ്ങി. സെയിലവേ പാർട്ടി തുടങ്ങി. വരൂ ഗൈസ്, മിസ് ചെയ്യരുത്. ഷിപ്പിനകത്ത് കയറിയപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. 2 വർഷം മുമ്പ് ഞാൻ ഇതേ ഷിപ്പിൽ വന്നിട്ടുണ്ട്. സെയിലവേ പാർട്ടി അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാക്കി ഒരുങ്ങുന്ന ആൾക്കാർ ഇതുവരെ എത്താത്തതുകൊണ്ട് ലേറ്റ് ആയിപ്പോയി. നമ്മുടെ പോർട്ട് കാണിക്കും, കൈ തൊട്ട് കാണിക്കട്ടെ. അതല്ലേ അതായിരുന്നു നമ്മുടെ പോർട്ട്. നമ്മൾ അവിടെ നിന്ന് പോകും. ഇനി നമുക്ക് എന്താ പരിപാടി? ഇനി നമ്മൾ അക്വോ പാർക്കിൽ നമ്മൾ ഇവിടെ നല്ല അടിപൊളി അക്വോ പാർക്ക് ഉണ്ട്. അതിൽ അർമാദിക്കും. നമ്മുടെ പുറകിൽ എന്താ നോക്കൂ, നമുക്ക് നേരെ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത ട്രെയിൻ എടുത്തിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. നമുക്ക് ബിനോയ് ചേട്ടനോട് ചോദിക്കാം പഴംപൊരി തരുവാണ്. എനിക്കെന്താ തോന്നുന്നു ബിനോയ് ചേട്ടൻ മലയാളി അല്ല. രശ്മി പറഞ്ഞു. നിഷ അങ്ങോട്ട് വരൂ. രശ്മി പറയുന്നത് ബിനോയ് എന്ന പേര് നമ്മുടെ കൊച്ചു കേരളത്തിലല്ലാണ്ട് വേറൊരു നാട്ടിൽ ബിനോയ് ബാസു എന്നായിരിക്കും, അല്ലെങ്കിൽ ബിനോയ് ഘോഷി ബംഗാളി ആയിരിക്കും എന്നാണ് രശ്മി അറിയുന്നത്. ഒരിക്കലുമല്ല. ആ മുഖത്തേക്ക് എന്റെ രശ്മി ആ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം മലയാളിയാണ്. അത് ആ മുഖത്തേക്ക് നല്ല മലയാളി ചായുണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ആൾക്കാരെ കണ്ടാൽ തിരിച്ചറിയാൻ പഠിക്കും. ബംഗാളി ആണെങ്കിലും അവരുടെ മീൻകറിയൊക്കെ നല്ലതാ. ഇല്ല, ഞാൻ ട്രീസർ എടുത്ത് പറഞ്ഞു ഒരു കോട്ടയംകാരനാവാനാണ് സാധ്യത. അതും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ മുഖലക്ഷണം കണ്ട് നല്ല ഐശ്വര്യമുണ്ട്. തൃശ്ശൂർക്കാരനാവാനാണ് ചാൻസ്. ശരി, ഐശ്വര്യം ഉണ്ടെങ്കിൽ തൃശ്ശൂരായിരിക്കും. ബിനോയ് എങ്ങനെ ഈ വീഡിയോ കണ്ടാലോ? കണ്ടാൽ നമ്മൾ അഭിനന്ദിക്കും. ഞങ്ങൾ ബിനോയിനെ കുറിച്ച് വളരെ അഭിമാനപുരസ്സരം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ബിനോയ് ഞങ്ങൾക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. സോ ഫുഡ് തരുന്ന ആരും ഞങ്ങളില്ലാണ്ട് വീഡിയോ എടുക്കുന്ന സൺസെറ്റും ഗോൾഡൻ ലൈറ്റൊക്കെ കണ്ടോടുകൂടി നമ്മളെല്ലാവരും തിരിഞ്ഞും മറഞ്ഞുമൊക്കെ ഫോട്ടോ എടുപ്പായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഒരു ശബ്ദം കേട്ടത്. കാര്യം എന്താണെന്ന് ആർക്കും മനസ്സിലാകത്തോണ്ട് നമ്മളതൊന്ന് അന്വേഷിച്ചു പോയി. ഈ ഒരു കൊച്ചു ഷിപ്പ് നമ്മുടെ വലിയ ഷിപ്പിന്റെ മുന്നിൽ കൂടെ ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ അവർ വാൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഹോൺ അടിച്ചുകൊണ്ടിരുന്നത്. നമ്മൾക്ക് 2 സീറ്റിംഗ് ഉണ്ട്. ഒരെണ്ണം ഏർലി ഡിന്നറും ലേറ്റ് ഡിന്നറും. ഞങ്ങൾക്ക് ലേറ്റ് ഡിന്നർ ആയിരുന്നു കിട്ടിയത്. പക്ഷെ ഞങ്ങൾ സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ലേറ്റ് ഡിന്നർ ഏർലി ഡിന്നർ. അപ്പം ഞങ്ങൾക്ക് 6 മണിക്ക്, അപ്പം 5:45. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. നമ്മൾ നേരെ വീട്ടിലുണ്ട് പോവാണ് ഗൈസ്. നമ്മുടെ ബിനോയിന്റെ സ്പെഷ്യൽ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിക്കാൻ റെഡി ആയിട്ട് ഞങ്ങൾ പോവാണ്. ആക്ച്വലി മെനു ഉണ്ട്, ഇന്ത്യൻ മെനു ഉണ്ട് ആക്ച്വലി. ഞങ്ങൾക്ക് എവിടെ പോയാലും
നമുക്കൊരു ഇന്ത്യൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ല. ഇച്ചിരി ചോറും ഇച്ചിരി ദാലും ഇച്ചിരി കാര്യം കഴിച്ചു കഴിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവും. ഒരു മീൻ വറുത്തത് അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യൻ ഫുഡിനോട് ഇത്ര ആക്രാന്തം. വേറെ ഒന്നും വിചാരിക്കരുത് അല്ല. അങ്ങനെ വിചാരിക്കരുത്. ഞങ്ങൾ അന്യനാട്ടിൽ കിടക്കുന്നതുകൊണ്ട് അതന്നെ. അപ്പോൾ നമ്മൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. വെയിറ്റിംഗ് ഫോർ 2 more people. പിന്നെ അവിടെ നല്ല വ്യൂ ആണ്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ വിത്ത് രശ്മി. ബ്യൂട്ടിഫുൾ വ്യൂ വിത്ത് ബ്യൂട്ടിഫുൾ പീപ്പിൾ. അടുത്ത 2-3 ദിവസത്തേക്ക് നമ്മൾക്ക് സെയിം ടേബിളും സെയിം സെർവേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ അവരൊക്കെ ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ. എല്ലാ ദിവസവും മെനുവിലൊരു ഇന്ത്യൻ ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് റിക്വസ്റ്റും ചെയ്തായിരുന്നു. ഇത് നമുക്ക് തിന്നാൻ പറ്റുന്ന സ്ട്രോ. ഞങ്ങൾക്ക് വട്ടം തന്നെ പ്ലാസ്റ്റിക് അല്ല, തിന്നാൻ പറ്റുന്ന മുട്ടായാണ്. എഡിബിൾ സ്ട്രോ. പക്ഷെ ഇത് തിന്നു നമ്മൾ അങ്ങനെ കുടിക്കും. അത് ശരിയാ. വാലിഡ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ബാക്കി വെച്ചേക്കണം. അല്ല മുട്ടി കുടിക്കാം. You're done with your main intake, gonna follow with the dessert, yeah? The last order. എല്ലാ ദിവസവും ഡിന്നർ നല്ല ഫണ്ണായിരുന്നു കേട്ടോ. ഇതുപോലെ എല്ലാ ദിവസവും അവർ നമ്മളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കും. ഡാൻസേഴ്സ് വരും, പിന്നെ സെർവേഴ്സും എല്ലാവരും കൂടെ നമ്മൾ ഡാൻസ് കളിക്കുന്നത്. അറിയില്ല നല്ല പാട്ടാണ്. നമുക്ക് പാട്ടിന്റെ ലിറിക്സ് അറിയാമെങ്കിൽ നമുക്ക് കൂടെ പാടായിരുന്നു. അതുകൊണ്ട് മലയാളമാണെങ്കിൽ നോക്കാം. അതെ, അതുകൊണ്ട് നമ്മൾ ഭാഷ അറിയാത്ത ലാറ്റിൻ ലാറ്റിൻ നമ്മളിപ്പോ പോകുന്നത് ലാറ്റിൻ ഡാൻസ് ബിക്കോസ് നമ്മുടെ ഡാൻസറായ രാധിക മാധവന് ഭയങ്കര ആഗ്രഹം ലാറ്റിൻ ഡാൻസ് കളിക്കണം. ദിസ് ഇസ് രാധിക മാധവൻ. കാവ്യ മാധവന്റെ അനിയത്തിയായിട്ട് വരും. ഇഷ്ടമല്ല, സോറി. ഈ കാവ്യമാധവൻ ഇത് കാണുന്നുണ്ടെങ്കിൽ കാവ്യമാധവനെ രാധിക മാധവൻ ഇഷ്ടമല്ല. നമ്മൾക്ക് നമ്മുടെ സിംഗേഴ്സ് ക്ലാപ്പ് ചെയ്തു നമ്മുടെ ഡാൻസ്. നമ്മള് സിംഗേഴ്സ് ക്ലാപ്പ് ചെയ്തു ഞങ്ങളുടെ ഡാൻസ് കണ്ടിട്ട്. ഞങ്ങളുടെ തല്ലിപ്പൊളി ഡാൻസ് കണ്ടിട്ട് അവര് ക്ലാപ്പ് ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് വീഡിയോയിൽ കിട്ടിയില്ല. നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു, അവര് ഫോളോ ചെയ്തു. വലിയ ട്രെയിൻ ആയിപ്പോയി. തല്ലിപ്പൊളി ഡാൻസ് കണ്ടിട്ട് സിംഗേഴ്സ് കൈയടിച്ചത് കണ്ടോ? നമുക്ക് രശ്മിക്ക് മാത്രമേ അല്ല, നമ്മൾ രശ്മിക്ക് എന്താ ഫോളോ ചെയ്തില്ല. നമ്മുടെ ഫോളോ ചെയ്ത് വന്നില്ലേ? അല്ല, പാട്ട് പാടി അതിനടുത്ത് പറഞ്ഞ രശ്മിക്ക് മാത്രം ക്ലാപ്പിങ്. എന്തിന് എന്തെളിക്ക് അവിടെ ഇരിക്കുന്നത്? പക്ഷെ അങ്ങനെയല്ല. ഇതുപോലത്തെ ഒരു ഡാൻസ് അവർ ജമ്മത്തി എന്താണെന്നറിയോ? സൽസ കളിക്കാൻ അറിയാത്തവര് ഇത്രയും ധൈര്യത്തോടുകൂടി സൽസ കളിച്ചപ്പോൾ
അവര് വിചാരിച്ചു നമ്മള് ട്രെയിൻ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴേക്കും ഒരു വലിയ ലൈനായി എല്ലാവരും. പിന്നെ നമ്മൾ മാങ്ങപ്പുരി ചെരിക്കുത്തൊക്കെ കളിച്ചു. നമുക്ക് അതൊക്കെ അറിയുള്ളൂ. നമ്മളാണ് അവരുടെ പരിപാടി പൊലിപ്പിച്ചത്. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷം. പാവം ചേട്ടന്മാരില്ലെന്ന് വിചാരിച്ചു. ഞങ്ങൾ സാൽസ കളിക്കാനൊക്കെ നോക്കി, പക്ഷെ അതും നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്വതസിദ്ധമായ അതൊന്നും ഞങ്ങൾ പിന്തിരിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല. ഫുഡ് ഉണ്ടാ ഇനി ഇവിടെ എന്താ ചെയ്യാൻ പോണേ? നമ്മൾ ഇനി ഇവിടെ ഇരുന്നിട്ട് കാറ്റ് കൊണ്ട് ഇങ്ങനെ കത്തിച്ച് നടക്കാൻ പോകണം. അല്ല, കത്തിക്കില്ല, ഞങ്ങള് കാറ്റ് കൊണ്ട് ഇവിടെ ഇരിക്കാൻ പോവാണ്. ഞങ്ങൾ വിശ്രമിക്കാൻ പോവാണ്. അതെ, അപ്പൊ ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. നാളെ രാവിലെ കാണാം. നാളെ രാവിലെ സൺറൈസിന് എല്ലാവരും എണീച്ചാൽ കാണാം. ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് എണീക്കുമ്പോ കാണാം. വീട്ടിലും സൺറൈസ് ഉണ്ടാവാറുണ്ട്, ഞങ്ങൾ കാണാറില്ല. ഇവിടെ ഞങ്ങൾക്ക് കണ്ടാൽ കൊള്ളാം. നമുക്ക് ഈ വ്യൂ കിട്ടില്ലല്ലോ. ഈ വ്യൂ ഇല്ലാത്തതുകൊണ്ട് വീട്ടിലും കാണാം. അതെ അതെ. അപ്പോ ഞങ്ങൾ ബൈ ബൈ ഫോർ നൗ. ബൈ ബൈ. സേ ബൈ ഗൈസ്. ബൈ. Signing off for the day. See you tomorrow. See you. Peace out.